മട്ടാഞ്ചേരി മാഫിയ ഈ സിനിമ പ്രഖ്യാപിച്ചത് തന്നെ ഭയങ്കരമായിട്ട് ഹിറ്റായി അതിൻ്റെ പേര്. കാരണം മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞ് കളിയാക്കിയത് ഒരു സിനിമയുടെ പേരാകുമെന്ന് ഒരിക്കലും ഒരാളും മമ്മൂട്ടിയുടെ കടുത്ത ആരാധകർ പോലും പ്രതീക്ഷ കാണത്തില്ല, ട്രോളിയവരും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞ സിനിമ യാഥാർത്ഥ്യമാകുന്നു. ഖാലിദ് റഹ്മാൻ സംവിധാനം, മമ്മൂട്ടി, ആസിഫ് അലി, നസീം തുടങ്ങിയിട്ടുള്ള എല്ലാ മിടമായ സിനിമ. അതിനകത്ത് ഗണപതിയും ലുക്മാനും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും സുഷി ശ്യാമിൻ്റെ മ്യൂസിക്കും അങ്ങനെ ഗംഭീര ക്രൂ ആണ്. ടെക്നിക്കലി അഭിനേതാക്കളുടെ നിലയിലും എല്ലാം ഗംഭീരം. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സ്ട്രോങ് റൂമേഴ്സ് ആസിഫ് അലി വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് കൃത്യമായിട്ടുള്ള വിവരമൊന്നുമല്ല, ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല. ഇതൊക്കെ ആണെങ്കിലെങ്കിൽ പോലും പറയുന്നത് ആസിഫ് അലി ആണോ അതിനകത്ത് മെയിൻ ക്യാരക്ടറായിട്ട് ലീഡിങ് ആയിട്ടുള്ള വില്ലൻ ചെയ്യുന്നതോ. അങ്ങനെ ചെയ്താലും ഗംഭീര നടനാണ് ആസിഫ് അലി, പ്രൂവ് ചെയ്തിട്ടുണ്ട്. നല്ല നെഗറ്റീവ് ഷെയ്ഡും ചെയ്യാൻ താല്പര്യമുള്ള നടനാണ്. ചെയ്താലും അത് ഒട്ടും മോശമാകത്തില്ല. എന്തായാലും ഗംഭീര ക്രാഫ്റ്റ്മാൻ ആണ് ഖാലിദ് റഹ്മാൻ. എന്നാൽ ഖാലിദ് റഹ്മാൻ ഈ പടം വിജയിക്കാൻ മാക്സിമം ശ്രമം നടത്തും. കാരണം ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനിരുന്ന പടമാണ്. അവർ തമ്മിലൊക്കെ തെറ്റി ഉടക്കി പിരിഞ്ഞിട്ടാണ് ഖാലിദ് റഹ്മാൻ ഇപ്പം പ്രൊഡക്ഷൻ മാറ്റി പുള്ളി ചെയ്യുമ്പം അത് വൃത്തിയായിട്ട് ചെയ്യാനും ഗംഭീര വിജയമാക്കാനും ശ്രമിക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ഈ വർഷം ഷൂട്ടിംഗ് ചെയ്ത് ഒന്നുകിൽ അടുത്ത വർഷം ആദ്യം അല്ലെങ്കിൽ ഈ വർഷം അവസാനം റിലീസ് ചെയ്യുന്ന സിനിമയായിരിക്കും മട്ടാഞ്ചേരി മാഫിയ.